ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് ഏകാദശിയായിട്ട് എല്ലാ കിഴങ്ങുകളും കൂട്ടിയിട്ട് ഒരു പുഴുക്ക് അല്ലെങ്കിൽ കൂട്ട് ഉണ്ടാക്കാൻ വിചാരിക്കാം. പക്ഷെ ഫസ്റ്റ് ആദ്യം നമ്മൾ കപ്പ അതിനെ ഒന്ന് മഞ്ഞളിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുക, ബോയിലായി അതിനെ ഒന്ന് ഇതാക്കി എടുക്കണം. എന്നിട്ട് വേണം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് ഈ വെള്ളം കളയും. എന്നിട്ട് മറ്റേതിൻ്റെ കൂടെ ഈ കപ്പ നമുക്ക് ഇടാം. ഇതാ ജസ്റ്റ് ഒന്ന് പൂവേ വേണ്ടു, അത്രയുണ്ട്. ആ വെള്ളം കളയണം, എന്നിട്ട് നമ്മൾ ഓക്കെ. ഞാൻ ചെറുപയറൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയൊന്നും യൂസ് ചെയ്യില്ലല്ലോ, അപ്പോൾ ഈ കൂട്ടാനാണ് എല്ലാവരും കഞ്ഞിക്കൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, വേറെ കഷ്ണങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊത്തി കൊത്തിയിട്ട് ഇടുക. കപ്പ ഇടില്ലേ, അതേമാതിരി നമ്മൾ കൊത്തി കൊത്തി ഇടണം. മത്തൻ, പിന്നെ നേന്ത്രക്കായ, ചേന, ചേമ്പ്, ഇത്ര എനിക്ക്. ബാക്കിയൊക്കെ എനിക്ക് എന്താ അറിയില്ല, 2-3 വേറെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മഞ്ഞളിട്ടിട്ട് കപ്പയുടെ കൂടെ കപ്പയുണ്ട്, കപ്പ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഉപ്പും കുറച്ചുകൂടി മഞ്ഞളിടണം. കപ്പയിലിട്ടിട്ടുണ്ട് പോരാ, അത് നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞല്ലോ, അപ്പോൾ അതും ഇട്ടിട്ട് ചെറുപയറും ഇടണം. ഓക്കെ, എൻ്റെ കയ്യിലിങ്ങനെ മുഴുവനായിട്ടുള്ള ചെറുപയറല്ലാത്ത വേറെ ഇങ്ങനെ പകുതി ഹാഫായിട്ടുള്ള ചെറുപയറുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നത്. അതാകുമ്പോൾ വേഗം വേവും, മറ്റേതും വേവും. അല്ല, എൻ്റെ കയ്യിൽ അതുണ്ട്, അതുകൊണ്ട് അതും ഇട്ടിട്ട് നമുക്ക് അടുപ്പത്തിടാം. ഉള്ളി വെളുത്തുള്ളി ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യില്ല. എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് വെള്ളം, അതിന് വേണ്ട വെള്ളം ഒഴിച്ചു. ഞാനിപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിനാവശ്യമുള്ള കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ, ഇത്തിരി ഒരു ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ചെറുപയർ വേറെ കുക്കറിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വെച്ചാൽ ചിലപ്പോൾ വേവില്ല, അപ്പം നമ്മൾ ചെറുപയർ വേറെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, മഞ്ഞളും ഉപ്പും ഇട്ടിട്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് വെന്തു. ഇനി ചെറുപയറും ചേർത്ത് നമ്മൾ അരച്ചതും ചേർത്തിട്ട് നല്ലോണം അരച്ചത് ചേർക്കാം. പിന്നെ നമ്മൾ ചെറുപയറും ചേർക്കണം. ഓക്കെ, ചെറുപയറും നന്നായിട്ട് വെന്തു, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഞാൻ തേങ്ങയുടെ കൂടെ 2-3 കരിവേപ്പില അരച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേറെ കരിവേപ്പില ഇതിലിടുകയും ചെയ്യാം. ഓക്കെ, എല്ലാം കൂടി നല്ലോണം യോജിച്ച്, കുറച്ചുകൂടി കരിവേപ്പില എത്ര ഇടുന്നു അത്രയും നല്ലതാണ്. കരിവേപ്പില ഇട്ട് ഇളക്കി നമ്മുടെ കൂട്ടാൻ റെഡി. ഇത് ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കണം. നമ്മൾ ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. കുറച്ച് ഒഴിച്ചാൽ മതി, നമ്മൾ ആദ്യം ഒഴിച്ചില്ലേ, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നന്നായിട്ടുണ്ട്, നല്ല ഒരു വിഭവമാണ്. ഏകാദശിക്കും അല്ലാത്ത സമയങ്ങളിലും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നല്ല ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചോറിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. പുഴുക്ക് റെഡി, കൂട്ട് എന്നും പറയും ഇതിന്. ഓക്കെ, താങ്ക് യു.